ഹായ് കൂട്ടുകാരെ, സ്മാർട്ട് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ലെസൺ ഫസ്റ്റ് പോർഷൻ നമ്മൾ പഠിച്ചു. ബാലൻസിലേക്ക് പോകാം. മുഗൾ അഡ്മിനിസ്ട്രേഷൻ. ലെറ്റ് us see the measure adopted for administrative convenience during the മുഗൾ പീരീഡ്. മുഗൾ അഡ്മിനിസ്ട്രേഷൻ ഒരു പിരമിഡിൻ്റെ രൂപത്തിൽ അല്ലേ, അപ്പോൾ ഹൈറാർക്കിക്കലായിട്ടുള്ള ഓർഡറിലാണ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ നിലനിന്നിരുന്നത്. സഫ, സർക്കാർ, പർഗാന, ഗ്രാമ എന്ന രീതിയിലായിരുന്നു. It was during the Akbar regime in Mughal rule that such an administrative order was effectively formed. Emperor was the sovereign authority of the country, commander-in-chief, lawmaker and supreme judge. അപ്പം എംപറർ ആയിരുന്നു രാജ്യത്തിലെ സുപ്രീം അതോറിറ്റി. അത് കണക്ക് തന്നെ കമാൻഡർ-ഇൻ-ചീഫ്, ലോമേക്കർ, സുപ്രീം ജഡ്ജ്, ഇതെല്ലാം എംപറർ തന്നെയായിരുന്നു. During the Mughal period, there was no separate court for administration of the justice as today. അപ്പോൾ ഇന്നത്തെ പോലെ അല്ലെ ജസ്റ്റിസ്, കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒന്നും വേറെ ഉണ്ടായിരുന്നില്ല. Instead, local religious scholars investigated and adjudicated dispute. അപ്പോൾ ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ആയിരുന്നു ജനങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകളൊക്കെ പരിഹരിച്ചിരുന്നത്. Those who were dissatisfied with the decision had the opportunity to complain directly to the emperor. അപ്പോൾ ആരൊക്കെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആയില്ല എങ്കിൽ ആരടുത്തേക്ക് പോകാൻ പറ്റും? എംപറിൻ്റെ അടുത്തേക്ക് നേരിട്ട് പോകാനും കഴിഞ്ഞിരുന്നു. മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വെയർ അപ്പോയിൻറ്റഡ് ടു അഡ്വൈസ് ദ കിങ് ആസ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ. അപ്പോൾ ഭരണത്തിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനെയും അതിനെ മിനിസ്റ്റേഴ്സിനെയൊക്കെ നിയമിച്ചിരുന്നത് ആരുടെ അഡ്വൈസോട് കൂടിയാണ്? രാജാവിൻ്റെ അഡ്വൈസോട് കൂടി തന്നെയാണ് നിയമിച്ചിരുന്നത്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. European travelers and traders who visited India at that time recorded about the society during the Mughal rule. A feudal social system existed at that time. Society was divided into different stratas. അപ്പോൾ യൂറോപ്യൻ ട്രാവലേഴ്സും ട്രേഡേഴ്സും ഒക്കെ ആ സമയത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്തിരിക്കുകയും അവരെന്ത് ചെയ്തു? ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ മുഗൾ സൊസൈറ്റിയെക്കുറിച്ചൊക്കെ പല രേഖകളിലും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. ദ കോമൺ മാൻ വാസ് ദി ബോട്ടം ഓഫ് ദി സൊസൈറ്റി വിത്ത് കിങ് അറ്റ് ദി ടോപ്പ്. അപ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ളത് സാധാരണ ജനങ്ങളും ഏറ്റവും ടോപ്പിലുള്ളത് രാജാവുമായിരുന്നു. സ്റ്റാൻഡേർഡ് ലിവിങ് ഓഫ് ദി പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം. അപ്പോൾ സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയായിരുന്നു? അന്നുള്ള കൂലി അല്ലെങ്കിൽ ശമ്പളം കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വെയർ ഫാർമേഴ്സ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും കൃഷിക്കാരായിരുന്നു. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമംഗ് ദം. കൂടാതെ ജാതി വ്യവസ്ഥയും ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. അപ്പോൾ ഓരോ കാസ്റ്റിനും അവരുടേതായിട്ടുള്ള കസ്റ്റംസും അത് കണക്ക് റിച്വൽസും ഒക്കെ നിലനിന്നിരുന്നു. Tavernier, a French traveler who visited India during the Mughal period, recorded the socio-economic condition, lifestyle of the people at that time. There existed wide differences in way of life, food habit and clothing of the people from place to place. അപ്പോൾ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജനങ്ങളുടെ ജീവിത രീതിയുമായി വളരെയധികം ഡിഫറൻസ് ആയിരുന്നു ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ കസ്റ്റംസ്, അത് കണക്ക് റിലീജിയസ് പ്രാക്ടീസ്, ഫുഡ് ഹാബിറ്റ്സ്, ക്ലോത്തിങ് ഒക്കെ വളരെ വ്യത്യാസപ്പെട്ട രീതിയിലുള്ളത് ആയിരുന്നു. ബാബർ ഇൻ ഹിസ് മെമ്മറൈസ് റെക്കോർഡഡ് ദ ലേബർ സിസ്റ്റം ആൻഡ് കാസ്റ്റ് സിസ്റ്റം പ്രിവലൻറ്റ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദോസ് ഡേയ്സ്. അപ്പോൾ ബാബറിൻ്റെ പല രേഖകളിൽ നിന്നുമൊക്കെ നമുക്ക് ആ കാലഘട്ടത്തിൽ കാസ്റ്റ് സിസ്റ്റം, ലേബർ സിസ്റ്റം ഇതൊക്കെ നിലനിന്നിരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആഗ്ര ആൻഡ് ഫത്തേപൂർ സിക്രി വെയർ ദ ലാർജർ ദാൻ ദ സിറ്റി ഓഫ് ലണ്ടൻ and was always bustling with people. The 12-mile distance between these cities were filled with markets selling food and other items all along the way. Above the description of the two cities in India by Ralph Fitch, the Englishman who visited India during the Mughal period. അപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് ട്രാവലറായിട്ടുള്ള റാൽഫ് ഫിച്ചിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട സിറ്റികളെക്കുറിച്ച് അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? ആഗ്ര ആൻഡ് ഫത്തേപൂർ സിക്രി. അപ്പം ലണ്ടനെ പോലെ തന്നെ
വളരെ തിരക്ക് പിടിച്ച രണ്ട് സിറ്റികളായിരുന്നു. ഏതൊക്കെ? ആഗ്രയും ഫത്തേപൂർ സിക്രിയും. അതേ കണക്ക് തന്നെ എന്ത് ചെയ്യുന്നു, അവിടെയാണെങ്കിലോ ഒരുപാട് മാർക്കറ്റുകളും അതേ കണക്ക് മാർക്കറ്റ് സെല്ലിങ് ഫുഡുകളും അതർ ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്സിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? അതിൽ നിന്ന് അപ്പോൾ ഇത് നമുക്ക് എന്താണ് ദ എക്കണോമിക് പ്രോഗ്രസ് വി ഹാഡ് അച്ചീവ്ഡ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. അപ്പം മുഗൾ പീരീഡിൽ നമുക്ക് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഉന്നതിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ് വെയർ ദ മേജർ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ഓഫ് ദി ടൈം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഈ കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്നു. അബുൾ ഫസൽ ഇൻ ഹിസ് ബുക്ക് ഐനി അക്ബാരി റെക്കോർഡഡ് ദാറ്റ് ഇന്ത്യൻ കൾട്ടിവേറ്റഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസ്. ഫാർമേഴ്സ് വെയർ നോട്ട് എവിക്റ്റഡ് ഫ്രം ദ ലാൻഡ് ആസ് ലോങ് ആസ് ഹി പെയ്ഡ് ടാക്സ്. അപ്പം ഫാർമേഴ്സ് എന്ത് അടച്ചിരുന്നു? ലാൻഡ് ടാക്സ് അടച്ചിരുന്നു. കൂടാതെ എന്തോ അബുൾ ഫസൽ അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ഐനി അക്ബാരിയിൽ എന്ത് ചെയ്യുന്നു, ഇന്ത്യ കൾട്ടിവേറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസ് കൾട്ടിവേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഫാർമേഴ്സ് പലതരത്തിലുള്ള ക്രോപ്സുകൾ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ന്യൂ ടൂൾസ് എൻറിച്ച്ഡ് ദ അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. അപ്പം മുഗൾ പീരീഡിൽ തന്നെ എന്ത് ചെയ്തു, ന്യൂ ടെക്നോളജിക്കലായിട്ടുള്ള അഗ്രികൾച്ചറൽ ടെക്നോളജികൾ ഉപയോഗിച്ചിരുന്നു. ദ പേർഷ്യൻ വീൽ ആൻഡ് കനാൽസ് വെയർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. അപ്പം ജലസേചനത്തിന് വേണ്ടി പേർഷ്യൻ വീലും കനാൽസുകളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. അബുൾ ഫസൽ വാസ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ഇന്ത്യൻ ഹിസ്റ്റോറിയൻ ഡ്യൂറിങ് ദ മുഗൾ ഇറ. മുഗൾ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ സ്കോളർ ആയിരുന്നു അബുൾ ഫസൽ. ഹി വാസ് അക്ബേഴ്സ് അഡ്വൈസർ ആൻഡ് ബയോഗ്രഫർ. അപ്പോൾ അക്ബറിൻ്റെ ബയോഗ്രഫർ അതിനൊക്കെ അഡ്വൈസറും ഒക്കെ ആയിരുന്നു അബുൾ ഫസൽ. ഹി വാസ് ദ ഓതർ ഓഫ് ദി ബുക്ക് ഐനി അക്ബാരി ആൻഡ് അക്ബർ നാമ. അപ്പോൾ അക്ബറിനെ കുറിച്ച് തന്നെയുള്ള 2 ബുക്കുകളാണ് ഐനി അക്ബാരിയും അക്ബർ നാമ. ഇത് എഴുതിയത് അബുൾ ഫസലാണ്. increased the agriculture productivity, accelerated the trade and urbanization. ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. അപ്പോൾ കൃഷി കൂടുതലനുസരിച്ച് എന്ത് ചെയ്തു, നമുക്ക് ട്രേഡ് അല്ലേ, വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ കൂടുകയും ഇത് കണക്ക് നഗരവൽക്കരണം ആരംഭിക്കുകയും ചെയ്തു. ഗുജറാത്ത് ആയിരുന്നു ഫോറിൻ ഗുഡ്സിൻ്റെ ഒരു ഗേറ്റ് വേ. ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് വെയർ. പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗർ ആൻഡ് റൈസ്. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗതവും ഈ കാലഘട്ടത്തിൽ വളരെയധികം പുരോഗതി പ്രാപിച്ചു. ദ മേജർ സിറ്റീസ് ഓഫ് ദിസ് പീരീഡ് വെയർ ധാക്ക, മുർഷിദാബാദ്, ഗുജറാത്ത്, ലാഹോർ, ആഗ്ര. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സിറ്റീസ്. അപ്പോൾ ഈ സിറ്റികളിൽ ഏതൊക്കെ രാജ്യങ്ങളിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ധാക്ക ആണെങ്കിൽ ബംഗ്ലാദേശ്, മുർഷിദാബാദ് ആണെങ്കിൽ വെസ്റ്റ് ബംഗാളിലാണ് മുർഷിദാബാദ്. അപ്പം അത് കണക്ക് ലാഹോർ പാകിസ്ഥാൻ, സൂററ്റ് ആഗ്ര, ഈ 2 സിറ്റികളും ഇന്ന് ഇന്ത്യയിലാണ്. യു ഹാവ് നോട്ടീസ്ഡ് ദ പിക്ചർ. ഈ പിക്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ദിസ് ഈസ് ദ ഫ്രണ്ട് കവർ ഓഫ് ദി മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ടു പേർഷ്യ ഡ്യൂറിങ് ദ മുഗൾ ഇറ. മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യയിലേക്ക് തർജിമ ചെയ്ത മഹാഭാരതത്തിൻ്റെ ഫ്രണ്ട് കവറാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ദാരാ ഷെറോ, ദ സൺ ഓഫ് മുഗൾ റൂളർ ഷാജഹാൻ. അപ്പം മുഗൾ റൂളറായിട്ടുള്ള ഷാജഹാൻ്റെ പുത്രനാണ് ഇത് പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് മുഗൾ ബ്ലെൻഡിങ് വിത്ത് ഇന്ത്യൻ കൾച്ചർ. അല്ലേ, ഇന്ത്യൻ സംസ്കാരവുമായിട്ട് മുഗളന്മാർക്കുള്ള ബ്ലെൻഡിങ്ങിനെ നമുക്ക് അല്ലേ, ഇഴുകിച്ചേരലിനെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. സച്ച് എ ബ്ലെൻഡിങ് ഓഫ് കൾച്ചർ ടുക്ക് പ്ലേസ് ഇൻ മെനി റീജിയൻസ്. ലെറ്റ് us have a look some examples such a cultural integration. അപ്പോൾ ഇങ്ങനെയുള്ള കൾച്ചറൽ ഇൻ്റഗ്രേഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ.
Taj Mahal, Agra Fort, Red Fort are the example of the fusion of Indian agriculture style with the Persian style brought here by the Mughals. അപ്പോൾ നമ്മൾ ഈ ലെസൺ തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ്, കണ്ടതാണ് റെഡ് ഫോർട്ട്. അപ്പോൾ ആ റെഡ് ഫോർട്ട്, അത് കണക്ക് ആഗ്ര ഫോർട്ട്, താജ്മഹൽ, ഇതൊക്കെ മുഗൾ പീരീഡിൽ പണി കഴിപ്പിച്ചിട്ട് പ്രധാനപ്പെട്ട ബിൽഡിങ്സ് ആണ്. ഇപ്പോൾ ഇതൊക്കെ എന്തോന്നു, ഇൻഡോ പേർഷ്യൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ, ബ്ലെൻഡിങ് ഓഫ് ഇൻഡോ പേർഷ്യൻ സ്റ്റൈലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഉറുദു എ ന്യൂ ലാംഗ്വേജ് വാസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ഈ പീരീഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ഇത് ഉറുദു ലാംഗ്വേജ്, ബ്ലെൻഡിങ് ഓഫ് ഹിന്ദി ആൻഡ് പേർഷ്യൻ ലാംഗ്വേജ്. ഹിന്ദുസ്ഥാനി മ്യൂസിക് ആൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സിന്തസിസ്. അപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക് അല്ലേ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഈ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ്. ദ മുഗൾ വിറ്റ്നസ്ഡ് ദ സിമിലർ ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻ ആൾ വാക്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇതേ കണക്കുള്ള പല പുരോഗതികളും നമുക്ക് ഈ കാലഘട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത്രയായപ്പോൾ നമുക്ക് മുഗൾ പീരീഡ് അവസാനിച്ചിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവരും ക്ലാസ് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.